ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഒരു പനിയൊക്കെ വന്നിട്ട് ആകെപ്പാടെ കുറച്ച് വയ്യാതൊക്കെ ഇരിക്കുകയാണ്, സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്. എന്നാലും ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, ക്യാപ്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ മിസ് ചെയ്യാൻ പാടില്ലെന്ന്. ഇന്ന് നമ്മളുടെ ഇസാൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 4th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇസാൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പനിയാണെങ്കിലും ഞാൻ നന്നായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഉള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇനി ഇസാൻ്റെ അടുത്ത് എത്തുമ്പോൾ അവളെയും കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വ്ളോഗിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോഴേക്കും മമ്മി റെഡി ആയിട്ട് വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അജിനും പപ്പയൊക്കെ റെഡിയായി. അപ്പം നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ്. ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് ജാച്ചനും അജീസും ഓൾറെഡി ഇറങ്ങി. അപ്പോൾ അവരോടൊത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, പുറയിൽ ഞങ്ങളങ്ങ് എത്തിയേക്കാന്ന്. ഞാൻ രണ്ടുപേരുടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുമല്ലോ. എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴാണ് പടമൊക്കെ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചുകൂടെ നേരത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. ഇപ്പം നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു ഉച്ച സമയമാവും. ഉച്ചര ഒരു 12 മണി ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമൊക്കെയാണ്. അപ്പോഴേക്കും നമ്മൾ എത്തി. അപ്പോൾ നേരിട്ട് ജാച്ചൻ്റെ വണ്ടി ഫ്രണ്ടിലുണ്ട്. നമ്മളിനി ഹോട്ടലിലോട്ട് പോവാണ്. നോക്കുന്നു അല്ല വെസ്റ്റേണിലേക്ക് വന്നതോ? ഹാപ്പി ബർത്ത്ഡേ ചിച്ചി. ഇങ്ങോട്ട് നോക്ക്. നാണമാനു ാണല്ലോ. ഞാനും മാച്ചിങ് ആണ്. ഇങ്ങ വന്നേ. ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ ചേച്ചി? ഇങ്ങോട്ട് നോക്ക്. എബിക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇന്നത്തെ പടം നീ കണ്ടായിരുന്നോ? നിനക്ക് ചിരിച്ചൂടായിരുന്നോ? ഹായ്, ഹൗ ഡു യു ഫീൽ? കാറ്റുണ്ടോ ഗൈസ്? കാറ്റ് നല്ല കാറ്റുണ്ട്. ഞാൻ ഇസുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇസുവിനെ ഇങ്ങനെ പിടിച്ചിർത്തിയേക്കുവാണ്. ആളങ്ങനെ നിൽക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഈസാൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് എബി. അതിൻ്റെ കസിൻ്റെ മോനാട്ടോ. ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാക്കളെ പോലെയാണ്, ഒരിക്കലും പിരിയത്തില്ലെന്ന്, അത്രയ്ക്കും ക്ലോസ്. അപ്പോൾ ഇവൻ പോസ് ചെയ്യാൻ പറയുമ്പോൾ അവളിങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. അവരുടെ ഒരു ഫോട്ടോഗ്രാഫി സെക്ഷൻ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അജിം ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഇവിടുത്തെ നിന്ന് തരത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു നമ്മുടെ കായലിൻ്റെ സൈഡിലെ ആ വ്യൂയിലോട്ടൊക്കെ പോയി കാണുമായിരുന്നു. ഞങ്ങളങ്ങനെ റാഫിസിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിനും ജാസിനും കൂടെ കേക്ക് എടുക്കാൻ പോയി. അപ്പം ക്യാമറയുടെ ബാക്കിൽ മിസ്റ്റർ പാപ്പിയാണ്. നല്ല കാറ്റാണ്, മുടി ഫുൾ അലമ്പായി. ഞാനിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അവിടെ കാണിക്കടാ, എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയാണ്. അവൻ പോസ്റ്റ് ചെയ്യും, അവൾ അഭിനയിക്കും. ഇപ്പം കണ്ടു, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് കാണിച്ചത്. എബി ഫോട്ടോ എടുത്തേ. എനിക്ക് പോസ്റ്റ് ചെയ്യും. ചേട്ടൻ ഫോട്ടോ എടുക്കട്ടെ. അവിടെ ഫോട്ടോ എടുക്കുന്നു. പുളി പിടിച്ച് തിന്നുന്ന അതവള് വേറെ വൈബാ. പുളി കണ്ടപ്പം മൂഡ് മാറിപ്പോയതാ. ഞാൻ ഇത്ര നേരം ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഹായ് പറഞ്ഞേ. ഹലോ പറഞ്ഞേ. ഹായ് പറ. ജാടയില്ല കേട്ടോ. അപ്പൊ അതാണ് ഗൈസ്. ഞാനിനി എല്ലാരെയും കാണിക്കാം. ഈ ഇസക്കൂടിയാണ്ട് പുളി തിന്നുന്നു. കാണിച്ചേ. പുളിയുണ്ടോ? നല്ല പുളിയാന്നോ? ഈ മരത്തിൽ നിന്ന് ഇസ്കൂട്ടി തന്നെ പിച്ച് ചെയ്താ. രണ്ടുപേരും ഹാപ്പിയായിട്ട് പുളി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. പെട്ടെന്ന് അവിടെ ഒരു ചെറിയൊരു പിണക്കം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഒരു പുളി എങ്ങാണ്ട് അധികം എബി എടുത്തു. അപ്പം ഇസാൻ അത് ഫീലായി, കരച്ചിലായി, കുറച്ച് സീനായി. പിന്നെ ഞങ്ങളൊക്കെ ചെന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കുഴപ്പമില്ല, നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, കൊച്ചാണ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ടെടുത്ത്
ഈ ഹൗസ് ബോട്ടിൻ്റെ സെറ്റപ്പിലാട്ടോ ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ടുവന്ന കേക്കൊന്ന് അറേഞ്ച് ചെയ്യുകയാണ് ടേബിളിൽ. നല്ല കാറ്റാണ്, നമുക്ക് അങ്ങനെ കുറേ നേരം കേക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് മെൽട്ടാവും. ഇസാൻ്റെ ഫേസ് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു ചെറിയൊരു പിണക്കത്തിൻ്റെ ഭാഗത്തിലൊക്കെ നിൽക്കുക. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ആളൊന്ന് ഓക്കെ ആയി. ഇസാൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളറാണല്ലോ കേക്കിൻ്റെ തീം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ഒന്ന് ഓക്കെ ആക്കി എടുത്ത്. അത് വളരെ കുറച്ച് പേര് മാത്രമുള്ളൊരു ഫാമിലി ഫംഗ്ഷനാട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്, കാറ്റടിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും വീഡിയോയിൽ, അത്രയും നല്ല കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അവിടെ ലൈറ്റിൻ്റെ കുറച്ച് സീനായതുകൊണ്ട് നമ്മൾ ഇപ്പുറ സൈഡിലോട്ട് ആ ഒരു കേക്കിൻ്റെ സെറ്റപ്പ് ഒന്ന് വെച്ച് നോക്കി. ഏകദേശം നമ്മൾ 3 വട്ടമായിട്ട് ആ ഒരു അറേഞ്ച്മെൻറ്റ് ഒന്ന് മാറ്റി മാറ്റി വെച്ച് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസു ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇസാൻ എത്രയോ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ദിവസമായിരുന്നു അറിയോ. എന്നും ഇങ്ങനെ പറയും നമ്മുടെ അടുത്ത് ബർത്ത്ഡേ ആവാറായി, പപ്പ വരുന്നുണ്ട്. കൊച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അവളായിരിക്കുമല്ലോ ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ സ്റ്റാറ്റസൊക്കെ ഡിസൈനെ കൊണ്ട് കാണിക്കും, കണ്ടോ ഇസുവിൻ്റെ പുതിയ ഫോട്ടോ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വർക്കിനൊക്കെ പോകുന്ന ആവുന്നതുകൊണ്ട് അറിയാം, അവരായിരിക്കും ഒരു ബോസ്. നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, എന്നാലേ അവർ നിന്ന് തരത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം വലിയ ആൾക്കാരുടെ അടുത്ത് ഫോട്ടോയ്ക്കൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ നേരം ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർ നോക്കിത്തരും. പക്ഷേ കുഞ്ഞു പിള്ളേരുടെ കേസ് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ റിക്വസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് സോപ്പൊക്കെ ഇട്ടാലും അവർ മൈൻഡ് ചെയ്യത്തില്ല, ഇടയ്ക്കൊക്കെ അങ്ങ് പിണങ്ങിക്കളയും. അപ്പം അവളൊന്ന് ഓഫായപ്പം അജി അവളെ അടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവൾ ഓക്കെ ആയി വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ജാച്ചൻ്റെ ഫോണായിരുന്നു. ഈ വീഡിയോ എല്ലാം എടുത്തത് പാപ്പി കേട്ടോ, ഈ കേക്ക് കട്ടിങ് ടൈമിലൊക്കെ. അപ്പോൾ ജാച്ചൻ പറഞ്ഞു ജാച്ചൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് ഞാൻ അവിടെ കാര്യമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മമ്മി അതിനെന്തോ ഒരു കമൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ. നല്ല കാറ്റുണ്ടായിരുന്നു. കേക്ക് അങ്ങനെ അത്രയും നേരം ആയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇസാൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് 1-2 ഫോട്ടോസൊക്കെ എടുക്കണം, ഇസാൻ കൊട്ടിനൊന്ന് ഇരുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു ഓക്കെ 1-2 ഫോട്ടോസ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കേക്ക് കട്ടിങ് ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് വെച്ചിട്ട് അവരെ ആ ചെയറിൻ്റെ ഭാഗത്തൊന്ന് ഇരുത്തി സെറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ എല്ലാവരും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസാൻ്റെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചു. നമ്മളിനി കേക്കൊക്കെ മുറിച്ച് കൊടുത്തോട്ടെ. അപ്പോൾ കൊച്ചു പറയുകയാണ് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഭംഗി പോകുമെന്നൊക്കെ. പിന്നെ ഒരു വിധത്തിൽ അവളെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് പിന്നെ ആ കേക്കെല്ലാം കട്ട് ചെയ്ത് വന്ന് എല്ലാവർക്കും കട്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് അവിടെയുള്ള ആ ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. ഇപ്പോൾ അവിടെ ബൊഫയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് ഒന്ന് എല്ലാവരും കഴിച്ച ശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കഴിക്കുകയാണ്. ഞാൻ എൻ്റെ എനിക്ക് കഴിക്കാനുള്ള പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവന്നത് വാൻജോ കേക്കായിരുന്നു, വാനില ചോക്ലേറ്റ് ആ ഒരു കോമ്പിനേഷൻ കേക്കായിരുന്നു. അപ്പോൾ കേക്ക് കഴിച്ചിട്ട് ഞാൻ റിവ്യൂ പാപ്പിയിലെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അന്നത്തെ ദിവസം മൊത്തം എൻ്റെ മെയിൻ ക്യാമറമാൻ മിസ്റ്റർ പാപ്പിയായിരുന്നു കേട്ടോ. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ ബൊഫയും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നമുക്കിനി പോയി ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇതെല്ലാം അറേഞ്ച്മെൻറ്റും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചോ കൊച്ചു കഴിച്ചോ? നീ കഴിക്കുന്നേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ കഴിക്കാൻ എടുത്തേ ഉള്ളൂ. അജിനൊക്കെ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാച്ചൻ ഫുഡായിട്ട് വന്നിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരും ചിലപ്പോഴൊക്കെ ആയിരിക്കും നമുക്കൊരു ഫ്രെയിമിൽ കിട്ടുന്നത്, അപ്പം നമ്മൾ ഫോട്ടോ ആക്കി വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എത്ര ധൃതിയിലാണെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എൻ്റെ കോ പാർട്ട്ണർ മിസ്റ്റർ പാപ്പിയായിരുന്നു. അപ്പോൾ ഞാനും പാപ്പിയുടെ ഫുഡ് കഴിക്കുകയാണ്. എല്ലാം കുറേശ്ശെ ട്രൈ ചെയ്ത് നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ആ കായലിൽ മഴയൊക്കെ വീഴുന്ന കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേറെ മൂഡ് തന്നെ. കിടിലായിട്ടുണ്ട് വ്യൂ. ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു. കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട്. മഴയാണ്, അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇതാണൊരു വ്യൂ. ഇങ്ങനെ മഴ ഇങ്ങനെ ചെന്നിപ്പാറ് നിൽക്കുക. കായലിൽ ഇങ്ങനെ മഴ വീഴുന്നൊരു വൈബ്. ലൈക്ക് അടിപൊളി. ഒരുപാട് മുമ്പോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എല്ലാം വെള്ളമായി. ഞാൻ ജസ്റ്റ് താഴോട്ടൊന്ന് വന്നതാണ്. ഇതാണ് ഓ അതാണ്ട് ബോട്ട് എടുക്കുന്നു.
ആണോ? അത് ഇവിടുത്തെ ഹൗസ് ബോട്ട് സർവീസ് ആയിരിക്കും ഇല്ലയോ? മഴ തുടങ്ങി. ഞങ്ങൾ മുകളിലോട്ട് പോട്ടെ. സ്റ്റേ ചെയ്യുന്നവർ ഇങ്ങനെ കായൽ കാണാനൊക്കെ പോയത്. റാവിസിന്റെ വള്ളമല്ല, ബോട്ട്. കമോൺ. മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നതുകൊണ്ട് നമ്മൾ അകത്ത് ഇൻഡോർ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇസാൻ ആദ്യം ഒന്നും നിൽക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ അജിയുടെയും ജാജിൻ്റെ പാടമൊക്കെ എടുക്കുന്ന കണ്ടപ്പം പിന്നെയും ആളിങ്ങനെ നിൽക്കാനൊക്കെ കുറച്ച് എഫേർട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കാണുമ്പോഴത്തേക്ക് ഇസാൻ അതെന്താ നിങ്ങളൊരു എന്നെ മൈൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഇസുവൻ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് മഴ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു കുറച്ചൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് വെളിയിലോട്ട് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. നല്ല കിടിലം വ്യൂ ആയിരുന്നു. ആ ഉച്ചയ്ക്ക് നമ്മൾ വന്നപ്പോൾ കാറ്റായിരുന്നെങ്കിൽ വൈകിട്ട് ആ മഴയും ആ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല കിടിലാണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിമൊക്കെ കാണുമ്പം എന്ത് അടിപൊളിയാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അത് ഞങ്ങൾ പയ്യെ താഴോട്ടൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി. കുറേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഇതിന് മുമ്പ് ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഓരോ ഫ്രെയിമുകളിൽ മാറ്റിയിരുത്തി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇസാനായി വലിയ മടിയായത് നിൽക്കാൻ. പിന്നെ നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ 1-2 പോസൊക്കെ നിൽക്കുക ആൾ. അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ സിംഗിൾ എടുക്കുന്നു. അപ്പം ഇസാൻ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ആരുടെയും കൂടെ പിക്ചേഴ്സ് ഒന്നും എടുത്തില്ലായിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യേണ്ട നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം അവർ അറൗണ്ട് 2:30 ഒക്കെ ആയായിരുന്നു. അപ്പോൾ പിന്നാണ് ഇപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറാവുന്ന ആ ഒരു സമയത്താണ് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുന്നത്. ഞാൻ പോയി ഇസാനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അജിനും വന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എല്ലാവരുടെയും കൂടെ നിന്ന് എടുക്കുകയാണ്. ഷിസു പിന്നെ താഴെ ഇറങ്ങിയില്ല. നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇസു പറഞ്ഞു കാലൊക്കെ നനയും, ഞാൻ ചേച്ചിയുടെ കൈ ഇരുന്നോളാം, വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയായാലും വേണ്ടിയില്ല, അവൾ ഓക്കെ ആവുന്ന രീതിയിൽ നമുക്ക് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ടൈമിൽ എടുക്കാൻ പറ്റിയില്ലല്ലോ, അപ്പം നമുക്കിനി പടമൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഫൈനലി നമുക്ക് എടുക്കാൻ പറ്റി. മിസ്റ്റർ പാപ്പിയായിട്ട് ഫോട്ടോസ് എടുത്തു തരുന്ന ജാച്ചിൻ്റെ കയ്യിലാണ് എൻ്റെ ഫോൺ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പം ഇസു എൻ്റെ കയ്യിലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അനങ്ങിയിട്ടില്ല. അവൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചൊക്കെ ക്യാമറയെ നോക്കിപ്പിക്കുന്നത്. അവൾ കുഞ്ഞല്ലേ, അവൾക്ക് അറിയില്ലല്ലോ. അപ്പം നമുക്കാണല്ലോ ഈ മെമ്മറിയൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളൊരു ഭാഷയുള്ളത്. നമ്മളുടെ പേരൻസ് നമുക്ക് പണ്ട് അങ്ങനെ വെച്ചതാണല്ലോ നമുക്കിന്ന് വളരെ ഗോൾഡൻ മെമ്മറീസ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇസുവിന് വേണ്ടി നമുക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പം ഇസു എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞ് എൻ്റെ അജിൻ്റെയും കൂടെ കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞ് വഴി കൂടെ പോകുന്ന വണ്ടിക്കൊക്കെ ടാറ്റയൊക്കെ കാണിച്ചായിട്ട് വരുന്നത്. ഇസാന് ഒരു ബർത്ത്ഡേയുടെ കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് കയ്യിലെടുത്ത് നോക്കിയേ? മറ്റേതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ഡ്രസ് നോക്കിയേ, അടിപൊളി. അല്ല ഫ്രോക്ക് അല്ല, ഓവർകോട്ട് നോക്കിയേ. ഇങ്ങനെയാണ് ചിസാനെ. പിന്നെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇസാൻ വീട്ടിലോട്ട് പോവുകയാണ്. ജാച്ചനും അജിയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന്. ബൈ പറഞ്ഞിട്ടോ ഡി, ഇങ്ങനെ കാണിക്കും ബൈ. അതെ, അത് ഞാൻ എൻഡ് ചെയ്തില്ല, മറന്നുപോയി വർത്താനം പറഞ്ഞിരുന്നിട്ട്. ഇസാന്റെ കാല് കാണിച്ച് വ്ളോഗ് എൻഡ് ചെയ്യാ. അതാ. അപ്പോൾ അജി പറഞ്ഞോളക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫിസുവിൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുള്ള ദിവസം. ഇതൊക്കെ കുഞ്ഞു നല്ല നല്ല ഓർമ്മകളാണല്ലോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് കാണാം. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഞാനതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കുന്നതനുസരിച്ച് നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.